CPM ജനറൽ സെക്രട്ടറിയായി MA ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു. 1978 മുതൽ 92 വരെ ജനറൽ സെക്രട്ടറിയായിരുന്ന EMSനു ശേഷം ആദ്യമായാണ് കേരള ഘടകത്തിൽ നിന്നൊരാൾ ഈ പദവിയിലെത്തുന്നത്. 1989 മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗവും 2012 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗവുമാണ് MA ബേബി. 86 മുതൽ 98 വരെ രാജ്യസഭാംഗമായിരുന്നു. 2006 കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാംഗവും കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം പരന്ന വായനയും സാംസ്കാരിക അവബോധവും കൈമുതലായ MA ബേബി CPMലെ സൗമ്യമുഖം കൂടിയാണ്. അതേസമയം പുതിയ കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ PB അവതരിപ്പിച്ച പട്ടികയ്ക്കെതിരെ എതിർപ്പുകൾ ഉയർന്നത് പാർട്ടി കോൺഗ്രസിൽ കല്ലുകടിയായി. UP മഹാരാഷ്ട്ര ഘടകങ്ങളാണ് എതിർപ്പുയർത്തിയത്. CPM UP സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര, മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന CITU നേതാവ് DL കരാട് എന്നിവർ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. UP ഘടകം അനുനയത്തിന് വഴങ്ങിയെങ്കിലും DL കരാട് മത്സരിച്ച് തോറ്റു. അതത് സംസ്ഥാനങ്ങൾക്കും തൊഴിലാളി വർഗത്തിനും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടാണ് മത്സരിച്ചതെന്ന് DL കരാട് പിന്നീട് പ്രതികരിച്ചു. കേരളത്തിൽ നിന്ന് പുത്തലത്ത് ദിനേശൻ, KS സലീഖ, LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്നിവർ പുതിയ CCയിൽ ഇടം പിടിച്ചു. MP രാജേഷിനും മുഹമ്മദ് റിയാസിനും ഇടം കിട്ടിയില്ല. 85-അംഗ CCയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 7 പേർ പ്രത്യേക ക്ഷണിതാക്കൾ. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, S രാമചന്ദ്രൻ പിള്ള, സുഭാഷിണി അലി തുടങ്ങിയവർ പ്രത്യേക ക്ഷണിതാക്കളായുണ്ടാവും. PK ശ്രീമതിക്കും പിണറായി വിജയനും പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചു. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിലും പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലും തുടരും. പാർട്ടി അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുമെന്നും വിശാല രാഷ്ട്രീയ ഐക്യമാണ് ലക്ഷ്യമെന്നും പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.